ശരി, രവിയേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ തയ്യാറാണ്. ഇത്രയൊക്കെ രവിയേട്ടൻ പറഞ്ഞതല്ലേ, ഞാൻ കേസ് പിൻവലിക്കാം. പക്ഷെ ഒരൊറ്റ നിബന്ധനയുണ്ട് എനിക്ക്. ഞാൻ ചന്ദ്രോദയത്തിലേക്ക് വരുമ്പോൾ രേവതി സച്ചി അവിടെ പാടില്ല. അവർ ചന്ദ്രോദയത്തിൽ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കേസ് പിൻവലിക്കാം. ഇത് ചന്ദ്രമതിയുടെ ഒരു വാശിയാന്ന് തന്നെ രവിയേട്ടൻ കൂട്ടിക്കോളൂ. അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം, എങ്കിൽ ഞാൻ ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കാം. കൂട്ടുകാരി, ഇന്നത്തെ ചെമ്പനെപ്പൂവിൻ്റെ കഥയാണ്. പാവ ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ വേണ്ടി സച്ചി രേവതിയും ചന്ദ്രോദയത്തിൽ നിന്ന് ഇറക്കി വിടാൻ പോവാണ് ചന്ദ്രമതി. അപ്പോൾ കഥയിലേക്ക് വരാം. സച്ചി രേവതിയും കൂടി വക്കീലിനെ കാണാൻ പോയേക്കാണ്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, കേസ് കോടതിയിൽ എത്താതെ എത്രയും പെട്ടെന്ന് കോംപ്രമൈസ് ആക്കുന്നതാണ് നല്ലത്. ഒരിക്കലും ശരത്തിനെ പിടികൊടുക്കരുത്. നിങ്ങൾ ചന്ദ്രമതിനെ കൊണ്ട് ആരെ കൊണ്ട് പറയിപ്പിച്ചാലോ ചന്ദ്രമതി കേൾക്കുകയെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്ന് പറയിപ്പിച്ചിട്ട് ചന്ദ്രമതിനെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതി ഇങ്ങനെ പരസ്പരം പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞാൽ കേൾക്കുമോ എന്നൊക്കെ നോക്കുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, സച്ചി ഇനി അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്കി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ല സാർ, അച്ഛൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല. പറയുമ്പോൾ അല്ല, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാമല്ലോ എന്ന് പറയാണ്. അപ്പോൾ ആ ശരി സച്ചി, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു രേവതിയും കൂടി പോയി സച്ചി രേവതിയും കൂടി പോയിട്ട് അച്ഛനോട് സംസാരിച്ചിട്ട് അമ്മയോടൊന്ന് പറയാൻ പറ. എന്നിട്ടും ആള് പിൻവലിക്കാൻ തയ്യാറായില്ല, പരാതി പിൻവലിക്കാൻ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ, അപ്പോൾ നമുക്ക് ബാക്കി എന്താ വെച്ചാൽ നോക്കാമെന്ന് പറയണ വക്കീൽ. അപ്പോൾ ശരി സാർ, ഞങ്ങൾ അച്ഛനെ കണ്ട് സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂടി അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയി അച്ഛൻ ഹോളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതി ചെന്നിട്ട് പറയണം, അച്ഛ ശരത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് അയക്കുന്നതാണ് പറയണമെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, അവൻ തെറ്റ് ചെയ്തല്ലേ, അവൻ അനുഭവിക്കട്ടെ എന്ന് പറയും. അപ്പോൾ രേവതി പറയും, സംഭവം ശരി, അവൻ ചെയ്ത തെറ്റ് തന്നെ അച്ഛാ, ഞാൻ അവനെ ന്യായീകരിക്കില്ലേ, അവൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് വേണ്ടി ചെയ്തു. പക്ഷേ അവൻ ജയിലിലായി, അവൻ്റെ ഭാവി എന്താവുക വെച്ചാൽ, അവൻ്റെ പരീക്ഷ അവൻ എങ്ങനെ എഴുതും, അവന് പിന്നെ ഒരു ജീവിതം ഉണ്ടാവും, അവൻ്റെ ജീവിതം മുഴുവൻ നശിച്ചു പോവില്ലേ അച്ഛാ എന്ന് പറഞ്ഞിട്ട് രേവതി കരയാണ്. അപ്പോൾ സച്ചി പറയണം, അച്ഛാ എന്താ ചെയ്യുക, ഇത്രയും ചെറുപ്പല്ലേ, അവൻ്റെ ജീവിതം ജയിലിൽ അടച്ചാൽ അത് എങ്ങനെ പിന്നെ അവൻ്റെ ഒരു നല്ല ലൈഫ് ഉണ്ടാവുക, ഒരിക്കൽ ജയിൽ ജീവിതം അനുഭവിച്ചവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സച്ചിക്ക് ഏതോ ഒരു ഭൂതകാലത്തിൽ ഏതോ ഒരു ജയിൽ ജീവിതം അങ്ങനെ എന്തോ സംബന്ധിച്ച് സച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കഥ കേൾക്കുമ്പോൾ. അങ്ങനെ പറയുമ്പോൾ രവീന്ദ്രൻ അങ്ങനെ സച്ചിയുടെ മുഖത്തേക്ക് നോക്കണം. അപ്പോൾ ഇതൊക്കെ അകത്ത് നിന്ന് കേൾക്കുന്നുണ്ട് സുധി കേൾക്കുമ്പോൾ സുധി, ആഹാ, അവൻ ശരത്തിനെ ജയിലിൽ വിടാതിരിക്കാനുള്ള പരിപാടി അച്ഛനോട് ബ്രെയിൻ വാഷ് ചെയ്യാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് സുധി ഇരിക്കുന്ന സമയത്ത് അച്ഛനൊരു കാര്യം ചെയ്യണം, അച്ഛൻ എങ്ങനെയെങ്കിലും അമ്മേനെ പോയി കണ്ടിട്ട് അച്ഛൻ ഒന്ന് പറയണം, ആ പരാതി പിൻവലിക്കാൻ ശരത്തിനെ ഒന്ന് രക്ഷിക്കേണ്ട അച്ഛ, ഞങ്ങൾ ഇനി ഒരു കാര്യം അച്ഛനോട് ആവശ്യപ്പെടില്ല, ഞങ്ങളിത് പറയേണ്ടത് തെറ്റാന്നറിയാം, പക്ഷെ അച്ഛ ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ അച്ഛ അത് ചെയ്യണേ അച്ഛ എന്ന് പറയണേ രേവതി. അച്ഛ, ഞാൻ തൊഴുതുകൊണ്ട് പറയുന്നേ, അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല, ഞാനൊരു കാര്യം ചെയ്യാം, അവൻ കേസിൽ നിന്ന് അവനെ ഒഴിവായി കഴിഞ്ഞാൽ അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം, അച്ഛൻ അവനെ തല്ല് ശിക്ഷിക്കുക എന്ത് വേണമെങ്കിൽ അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം എന്നൊക്കെ പറയാണ്. അവൻ്റെ ഭാവി കളയല്ലേ അച്ഛ പറയുമ്പോൾ സുധി ഓടി വന്നിട്ട് പറയാം, പിന്നെ അച്ഛനോട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇപ്പം അവനെ ജയിലിൽ അടയ്ക്കണത് തടയാൻ വേണ്ടി വന്നേക്കുക, പരാതി പിൻവലിക്കാൻ. അച്ഛനൊന്ന് പോയി അമ്മോട് സംസാരിക്കേണ്ട അച്ഛ, അവൻ ജയിലിൽ പോയി കിടക്കട്ടെ, തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ സച്ചി പറയും, നീ അങ്ങനെ പറയരുത് സുധി, നീ അങ്ങനെ പറയാനുള്ള ഒരു ചോയ്സ് നിനക്കില്ല, ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിച്ച് പറയുമ്പോൾ പിന്നെ അച്ഛനോട്, അവൻ ജയിലിൽ കിടന്ന് നരകിക്കട്ടെ, അവൻ ചെയ്താനുള്ള തെറ്റിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കട്ടെ, അവൻ ജയിലിൽ കിടന്ന് നരകിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പോയിട്ട് സുധിയുടെ കോളർ പിടിക്കുകയാണ്. എന്നിട്ട് പറയും, എന്താടാ നീ പറഞ്ഞേ, നീ അത് പറയാൻ നിനക്ക് വല്ല യോഗ്യത ഉണ്ടോടാ? അപ്പോൾ രവീന്ദ്രൻ പറയും, ഒന്ന് നിർത്ത്, തല്ലൂട്ടൊന്ന് നിർത്ത്, എനിക്ക് മതിയായി എന്നൊക്കെ പറയണ രവീന്ദ്രൻ. അപ്പോൾ സച്ചി പറയണ, അതെ, ജയിലിൽ കിടന്ന് അനുഭവിക്കട്ടെ എന്നൊക്കെ പറയലേ എളുപ്പാ, ജയിൽ ശിക്ഷ അനുഭവിച്ചവർക്ക് ഒരിക്കൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് ജീവിതം നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് സുധി, കഴിഞ്ഞ കാലങ്ങളൊന്നും നീ എൻ്റെ മനസ്സിൽ നിന്ന് ചിക്കി പുറത്തെടുക്കരുത് എന്ന് പറയണത്. ഇത് കേൾക്കുമ്പോൾ സുധിക്ക് പെട്ടെന്ന് അങ്കലാപ്പാവാണ്. സുധി വേഗം അവിടുന്ന് പോവാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, എന്തോ ഒരു ഭൂതകാലം സുധീരെയും സച്ചിയുടെയും ജീവിതത്തിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അത് എന്താന്ന് നമുക്ക് അറിയൂല. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ രവീന്ദ്രൻ പറയണ, ശരി, ഞാൻ ചന്ദ്രയെ കണ്ട് സംസാരിക്കാന്ന് പറയണ രേവതിയോടും സച്ചിയോടും. ഈ സമയത്ത് ബാമയുടെ വീട്ടിൽ ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ബാമ പറയണ, ചന്ദ്രയെ വാ ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ ഒന്നും മിണ്ടില്ല. എന്താ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കണ, എനിക്ക് മനസ്സിലായി നീ രവിയേട്ടനെ പറ്റിയിട്ടല്ലേ ആലോചിച്ചുകൊണ്ടിരിക്കണ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞങ്ങൾ തമ്മിലിങ്ങനെ പിണങ്ങാറുണ്ടെങ്കിലും ഞങ്ങൾക്ക് തമ്മിൽ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ സ്നേഹക്കുറവൊന്നുമില്ല, പിന്നെ എനിക്ക് അദ്ദേഹത്തിനെ പറ്റി ആലോചിച്ചാൽ എന്താ, ഞങ്ങളുടെ പിണക്കൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള പിണക്കങ്ങളല്ലല്ലോ എന്നൊക്കെ പറയണ ചന്ദ്ര. എനിക്കറിയാം, എന്തൊക്കെയായാലും നിനക്ക് രവിയേട്ടനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കാണ്. അപ്പം നിനക്ക് രവിയേട്ടനോട് സ്നേഹമുണ്ട്, പിന്നെ സ്നേഹമില്ലാണ്ടാണ് ഞാൻ ഈ 10-30 വർഷം ആ മനുഷ്യൻ്റെ കൂടെ ജീവിച്ചെന്നൊക്കെ പറയാണ്. ഈ സമയത്ത് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ചന്ദ്ര പറയണ,
പറയണം ആരോ കോളിംഗ് ബെല്ല് അടിക്കണ്ടല്ലോ, ഞാൻ പോയി നോക്കട്ടെ. സോറി, ബാമ പറയണം ആരോ കോളിംഗ് ബെല്ല് അടിക്കണ്ടല്ലോ, ഞാൻ പോയി നോക്കട്ടെ ചന്ദ്രയെ പറഞ്ഞിട്ട് ബാമ പോയി വാതിൽ തുറക്കുമ്പോൾ വാതിലിൻ്റെ അവിടെ രവീന്ദ്രനാണ്. ആ രവിയേട്ടനോ, ഞങ്ങളിതേ രവിയേട്ടൻ്റെ കാര്യം പറഞ്ഞ് ഇപ്പം നാക്കുള്ളിക്കിട്ടേ ഉള്ളൂ. രവിയേട്ടനെ പറ്റി ഇപ്പം പറഞ്ഞോളൂ ചന്ദ്ര എന്നൊക്കെ പറയണാണോ. എന്നിട്ട് ചന്ദ്ര എവിടെ ചോദിക്കുമ്പോൾ ബാ രവിയേട്ട അകത്തുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ രവീന്ദ്രനെ കൊണ്ടുപോയിട്ട് അകത്ത് പോയിട്ട് ഇരിക്കും രവിയേട്ട പറഞ്ഞ് രവീന്ദ്രൻ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ചന്ദ്ര രവീന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നത്. ചന്ദ്രയെ കാണുമ്പോൾ രവീന്ദ്രൻ ചോദിക്കും ചന്ദ്ര നിനക്ക് സുഖമല്ലേ ചോദിക്കുമ്പോൾ ആ സുഖമാണ്, നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ എനിക്ക് സുഖം, പക്ഷെ നിങ്ങളാകെ ക്ഷീണിച്ച പോലെ ഉണ്ടല്ലോ, എന്തേ അവിടുന്ന് ഭക്ഷണമൊന്നും കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്ര. എനിക്കൊരു കുഴപ്പമില്ല ചന്ദ്ര എന്നൊക്കെ പറയണം. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോൾ ബാമ വന്നിട്ട് പറയും എന്താ നിങ്ങൾക്ക് രവേട്ടനെ ഞാൻ കുടിക്കാൻ ചായ എടുക്കാൻ പറയുമ്പോൾ ചായ ഒന്നും വേണ്ട ബാമയെ പറയുമ്പോൾ എന്നാൽ ശരി നിങ്ങൾ സംസാരിക്കും ഞാൻ അപ്പോൾ വരാൻ പറഞ്ഞിട്ട് ബാമ മെല്ലെ അവിടെ നിന്ന് ഒഴിവാവാണ്. എന്നിട്ട് അവിടെ രവീന്ദ്രനും ചന്ദ്രയും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ ഇപ്പം എന്നെ കാണണം തോന്നി, എന്നെ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടി വന്നതാണോ എന്താണ്, അതോ അവരെ പൂക്കാരിയും ഭർത്താവും അവിടുന്ന് പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും ഞാൻ വന്നത് വേറെ ഒന്നിനല്ല, ശരത്തിനെതിരെയുള്ള കേസ് നീ പിൻവലിക്കണം അത് പറയാനും ഞാൻ പറയും. ഓ അപ്പം എന്നെ കാണാനുള്ള സ്നേഹം കൊണ്ട് വന്നതൊന്നല്ല, ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി വന്നതല്ല, അത് ഭാര്യയെ കാണുന്ന സ്നേഹം കൊണ്ടൊന്നല്ല എന്നൊക്കെ പറയണം. ചന്ദ്രയെ നീ വരായികകൾ ആലോചിക്കാതെ നീ ആ കേസ് കൊടുത്തേക്കണം, ആ കുട്ടിയുടെ ഭാവി നമ്മളായിട്ട് തകർത്തു എന്നുള്ള ഒരു പേര് വരരുത്, നീ ഒരു കാര്യം ചെയ്യണം, നീ ആ കേസ് പിൻവലിക്കണം. ഒന്നുമില്ലെങ്കിൽ അവൻ വളർന്നു വരുന്ന ഒരു ആൺകുട്ടിയല്ലേ, നമ്മളായിട്ട് അവൻ്റെ ഭാവി നശിപ്പിക്കണോ, പാവല്ലേ എന്നൊക്കെ പറയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരി ചന്ദ്രമതിയുടെ മനസ്സലിയല്ലേ. ചന്ദ്രമതി പറയാണ് നിങ്ങൾ എന്തെന്നെ പറഞ്ഞാലും ശരി ഞാൻ ആ കേസ് പിൻവലിക്കില്ല, അവൻ ജയിലിൽ പോവുക തന്നെ വേണം എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയും നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു ചെറുപ്പക്കാരനെ ജയിലിലേക്ക് വിട്ടിട്ട് നിനക്ക് എന്ത് പുണ്യം കിട്ടാനുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ഒരു പൊടിക്ക് പോലും കൂട്ടാക്കില്ല. അപ്പോൾ പറയും ശരി ഞാൻ നിന്നോട് പറഞ്ഞു എന്ന് മാത്രം പറയുമ്പോൾ ചന്ദ്ര പറയും അല്ല നിങ്ങളിപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ സമ്മതിക്കാം, കേസ് ഞാൻ പിൻവലിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, കേസ് പിൻവലിക്കണമെങ്കിൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ ചന്ദ്രോദയത്തിൽ താമസിക്കുന്ന ആ ഭാര്യയും ഭർത്താവും അവിടെ നിന്ന് ഇറങ്ങിപ്പോണം, അവരവിടെ പാടില്ല, സച്ചിയും രവതി അവിടെ പാടില്ല. അപ്പോൾ എന്താ ചന്ദ്ര നീ പറയണം, അവരെവിടേക്ക് പോവും, എവിടേക്ക് പോയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ കേസ് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ രവതി സച്ചി അവിടെ താമസിക്കാൻ പാടില്ല എന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയാണ് നിൻ്റെ മോനല്ലേ സച്ചി, എൻ്റെ മോനൊക്കെ തന്നെയാണ്, അതൊക്കെ ശരിയാണ്, ഞാൻ അതൊക്കെ സമ്മതിച്ചു, പക്ഷേ അവിടെ എൻ്റെ വേറെ 2 മരുമക്കൾ കൂടിയുണ്ട്, അവർ വലിയ കാശുള്ള കുടുംബത്തിൽ നിന്ന് വന്ന 2 മരുമക്കൾ, അവരവിടെ ഉണ്ടെങ്കിൽ ഇവരവിടെ നിൽക്കുമ്പോൾ അവർക്കതൊരു നാണക്കേട് തന്നെ, എന്തായാലും സച്ചി രവതി അവിടെ നിന്ന് പോവാണെന്നുണ്ടെങ്കിൽ കേസ് ഞാൻ പിൻവലിക്കാൻ തയ്യാറാണെന്ന് പറയണ ചന്ദ്ര. അപ്പോൾ രവീന്ദ്രൻ പറയും ഇത് നിന്റെ അവസാന തീരുമാനമാണോ, അതേ പറയുമ്പോൾ ശരി ഓക്കെ ഇനി എനിക്കൊന്നും സംസാരിക്കാനല്ലേ പറഞ്ഞിട്ട് അങ്ങനെ രവീന്ദ്രൻ പോവാണ്. അപ്പോൾ രവീന്ദ്രൻ പോകുന്നു പെട്ടെന്ന് ചന്ദ്ര വിചാരിച്ചില്ല. അപ്പോൾ രവീന്ദ്രൻ്റെ കൂടെ ചന്ദ്ര പുറത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് കയറി വരുന്നു ശ്രുതിയും കൂടിയിട്ട്. അപ്പം അച്ഛൻ എന്താ ഇവിടെ ചോദിക്കുമ്പോൾ അമ്മയെ കാണാൻ വന്നത്, അമ്മ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണോ, അല്ല പറയും. അപ്പം മനസ്സിലായി, കേസ് പിൻവലിക്കാൻ വേണ്ടി പറയാൻ വന്നതാവല്ലേ ചോദിക്കും ശ്രുതി. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ പറയും എന്നിട്ട് അമ്മ കേസ് പിൻവലിച്ചോ, എന്താ അച്ഛനോട് അമ്മ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അച്ഛൻ പോകുന്നുണ്ടപ്പോൾ മനസ്സിലായില്ലേ ചോദിക്കും ചന്ദ്രമതി. അമ്മേ കേസ് പിൻവലിക്കരുത് അമ്മേ, അവൻ തെറ്റ് ചെയ്തല്ലേ, അവൻ ശിക്ഷ അനുഭവിക്കാൻ വേണം, അവൻ ജയിലിൽ പോട്ടെ അമ്മ ഒരു കാരണവശാലും കേസ് പിൻവലിക്കരുത് പറയണ ശ്രുതി. അപ്പോൾ ശ്രുതി പറയണ ആൻറ്റീനെ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാ വന്ന, ആൻറ്റി വീട്ടിലേക്ക് വാ ആൻറ്റി പറയാണ്. ആ പൂക്കാരിയും ഭർത്താവുള്ളിടത്തോളം കാലം ഞാൻ അവിടേക്ക് വരില്ല എന്ന് പറയുമ്പോൾ പറയാം അവരെന്തിനാ ആൻറ്റി ശ്രദ്ധിക്കണം, ഇനി അവർക്ക് അവിടെ താമസിക്കാൻ ഒരു ചോയ്സ് ഉണ്ടോ, നാണത്തോടുകൂടി മുഖം ഉയർത്തി അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുമോ, അമ്മ എന്തിനാ അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം, അമ്മ ഞങ്ങളുടെ കൂടെ വാ അമ്മ ഇല്ലാണ്ട് ഒരു സുഖമില്ല അമ്മ എന്നൊക്കെ പറയണ ശ്രുതി. പക്ഷെ ചന്ദ്രമതി ഒരു വിടയ്ക്ക് സമ്മതിക്കണില്ല. അമ്മ ഇങ്ങനെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനവിടെ പോയിട്ട് അവനെ സച്ചിനെ ഞാൻ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്താക്കാം അമ്മയെ പറയുമ്പോൾ ചന്ദ്രമതി പറയണം അയ്യോ അത് വേണ്ട, അങ്ങനെ ചെയ്യല്ലേ ശ്രുതി പറയണം. അപ്പം എന്താ അമ്മയ്ക്ക് അപ്പോൾ വിഷമമുണ്ടല്ലേ നമ്മുടെ മോനെ തൊടണേല് ചോദിക്കുമ്പോൾ പറയുമ്പോൾ അതുകൊണ്ടല്ല, അവനെ നീ കഴുത്തിന് പിടിച്ച് കുത്തി പുറത്താക്കി അവനെ നിന്നെ അപ്പം അവിടെ ഇട്ട് തല്ലിക്കൊല്ലും, നിൻ്റെ ഡെഡ് ബോഡി കാണണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്രുതിയും വിളിച്ചിട്ട് ചന്ദ്രമതി വീട്ടിലേക്ക് പോയിട്ടില്ല. അവർ പരാതി പിൻവലിക്കരുതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിനെ സ്ക്രൂ കയറ്റിയിട്ടാണ് അവരവിടെ നിന്ന് തിരിച്ചു പറഞ്ഞത്. പക്ഷെ ഇതിലൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ആർമാദിച്ചിട്ടാണ് ശ്രുതി ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ ശ്രുതിക്കുള്ള പണി പാലും വെള്ളത്തിലാണെന്ന് ശ്രുതി പാവം അറിയുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ചന്ദ്രോദയത്തിൽ സച്ചി അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ രേവതി ചായയും കൊണ്ട് വരികയാണ്. എന്താ സച്ചിയേട്ടാ ചായ പറയുമ്പോൾ പെട്ടെന്ന് വർഷി ശ്രീകാന്തും കൂടി അധികം വരികയാണ്. അപ്പോൾ നിങ്ങൾ വന്നോ, നിങ്ങൾക്ക് ഞാൻ ചായ എടുക്കാൻ പറയുമ്പോൾ വേണ്ട ചേച്ചി സോറി ചേച്ചിയുടെ അനിയൻ തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ അനിയനെതിരെ വാദിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു കാര്യം അവൻ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു, അവൻ ചെയ്യാത്ത തെറ്റിന് അവനെ എല്ലാവരും കൂടിയിട്ട് ഹാർട്ട് ചെയ്ത കാര്യമൊന്നും എനിക്കറിയില്ല, ശ്രീകാന്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് പാവം തോന്നി, അവൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അവൻ നിരപരാധി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി ചേച്ചി, ഞാനന്ന് അവനെ
മോനെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയാണ് വർഷ. അപ്പോൾ സച്ചി ചോദിക്കും, ഓ ഇപ്പോഴാണോ നിനക്ക് ബോധോദയം വന്നേ? അതിന് സച്ചിയേട്ടാ എനിക്ക് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് കഥകളൊക്കെ ശ്രീകാന്ത് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, വളരെ വിഷമമായിപ്പോയി എടുത്തി രവതി എടുത്തി, ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ശരത്തിനെതിരെ അമ്മ പരാതി കൊടുക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ രേവതി പറയാം, സാരമില്ല, എനിക്കറിയാം നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് എനിക്കറിയാലോ, നിങ്ങൾക്ക് അവൻ്റെ മനസ്സ് കാണാനുള്ള മനസ്സുണ്ടായല്ലോ, അത് മതി എന്നൊക്കെ പറയാണ് രേവതി. അപ്പോൾ സച്ചി പറയും, അച്ഛൻ അമ്മോട് സംസാരിക്കാൻ പോയിട്ടുണ്ട് പരാതി പിൻവലിക്കാൻ, എന്താ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, അച്ഛൻ വരും പറയാം ബാക്കി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. രവീന്ദ്രൻ ചന്ദ്രനെ കൊണ്ട് കേസ് പിൻവലിപ്പിച്ചിട്ട് വരും എന്ന് വിചാരിച്ചിട്ട്, പരാതി പിൻവലിപ്പിച്ചിട്ട് വരും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ കയറി വരാണ്. രവീന്ദ്രൻ കയറി വരുമ്പോൾ എല്ലാ മുഖങ്ങളും എല്ലാ കണ്ണുകളും രവീന്ദ്രൻ്റെ മുഖത്തേക്കാണ്. പക്ഷെ രവീന്ദ്രൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം രവീന്ദ്രൻ വിചാരിച്ച കാര്യം നടന്നിട്ടില്ല എന്ന്. അപ്പോൾ അതിൻ്റെ ആ ഒരു രവീന്ദ്രൻ കയറി വരൽ സച്ചി, രവതി, വർഷ, ശ്രീകാന്ത് എല്ലാവരും കൂടി രവീന്ദ്രൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കി നിൽക്കുന്ന ഭാഗത്താണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ചന്ദ്ര രേവതിനെ സച്ചിനെ ഇറക്കി വിടുവോ? അവരവിടെ നിന്ന് ഇറങ്ങിപ്പോ സ്വന്തം അനിയന് വേണ്ടി രേവതി ആ വീടിൻ്റെ പടി ഇറങ്ങുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഇതുവരെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്